പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയാനെ വിമർശിച്ച് ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന മന്ത്രിമാരും അവർക്ക് ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. സജി ചെറിയാന്റെ വിടുവായത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നും വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് ചേരുകയാണ്. എബിൻ, മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണോ മുഖപ്രസംഗത്തിലുള്ളത്? ഗോപിക, കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിലാണ് ഇന്ന് രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ഇത് തിരുത്താൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിരന്തരമായി അവഹേളനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ നവകേരള സദസ്സിൽ ഈ ബിഷപ്പുമാരും പങ്കെടുത്തതാണ്, വൈദികരും പങ്കെടുത്തതാണ്. ഈ സമയത്തൊന്നും സജി ചെറിയാന് നേരത്തെ പ്രയോഗിച്ച രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്നും ആ മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. ഈ KT ജലീലിന്റെ പരാമർശത്തിലും വിമർശനം മുഖപ്രസംഗത്തിലുണ്ട്. അതായത് KCBCയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ അതിൽ മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തിരുന്നു, BJP നേതാക്കളും പങ്കെടുത്തിരുന്നു. ഇതിനെതിരെ KT ജലീൽ വിമർശിച്ചിരുന്നു. ഈ വിമർശനത്തിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ മുഖപ്രസംഗത്തിൽ ദീപിക പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സജി ചെറിയാനെതിരെയുള്ള വിഷയത്തിൽ തിരുത്താൻ തയ്യാറാകണം സർക്കാരും, അതുപോലെ തന്നെ സജി ചെറിയാൻ മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമാണ് ഈ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ദീപിക പത്രവും മുന്നോട്ട് വയ്ക്കുന്നത്. ഗോപിക, പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പരാമർശങ്ങളെ മന്ത്രി സജി ചെറിയാനെ വിമർശിച്ച് ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന മന്ത്രിമാരും അവർക്കൊത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്നാണ് പറയുന്നത്. എബിൻ ജോസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. എബിൻ, സജി ചെറിയാൻ ഈ ഒരു വിമർശനം അല്ലെങ്കിൽ പ്രസ്താവന തിരുത്തണം എന്ന് തന്നെയാണോ മുഖപ്രസംഗം പറയുന്നത്? അതായത് പ്രധാനമായി ഇത് തന്നെയാണ് പറയുന്നത്, തിരുത്തണമെന്നാണ്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയും ഈ സജി ചെറിയാന്റെ പ്രസംഗത്തിൽ പറയുന്നത് സജി ചെറിയാന്റെ വിടുവായത്വം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. കാരണം ഇന്നലെ എറണാകുളത്ത് നവകേരള സദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴും ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചും ഒക്കെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പോലും ഈ സജി ചെറിയാന്റെ ബിഷപ്പുമാരെ അവഹേളിച്ചുള്ള പരാമർശത്തെ തിരുത്താൻ തയ്യാറായില്ല എന്നുള്ള വിമർശനവും ദീപിക ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വിഷയം മുഖ്യധാരയിൽ തന്നെ ഉന്നയിക്കാനാണ് കത്തോലിക്ക സഭയുടെ ശ്രമം. ഇന്നലെ KCBCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുപോലെ തന്നെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം ഉയർത്തുവാനാണ് സഭയുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ദീപികയിൽ രൂക്ഷമായ ഭാഷയിൽ ഒരു പ്രസംഗം വന്നിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ പലയിടങ്ങളിലും അരങ്ങേറിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ ദീപികയിലും ഇത്തരത്തിലൊരു രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഗോപിക, പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയാനെ വിമർശിച്ച് ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. മന്ത്രി പ്രസ്താവന തിരുത്തി മാപ്പ് പറയണം. ഏതായാലും ഈ വിഷയം മുഖ്യധാരയിൽ ഉന്നയിക്കാൻ തന്നെയാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം എന്നും അറിയുന്നു. എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.